ലോക സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നടനാണ് ഫഹദ് ഫാസിൽ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന ഫഹദ് ഫാസിൽ ഒരിക്കൽ ഹോളിവുഡിൽ ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങേണ്ട കാര്യങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. പേട്രിയോട്ട് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഇങ്ങനെയൊരു കാര്യം ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത്. ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. കൂടുതലും ആൾക്കാരും ഇത് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. പലപ്പോഴും ഇങ്ങനെ ഹോളിവുഡിൽ നിന്നും പല നടന്മാർക്കും ഇങ്ങനെ വിളികൾ വരാറുണ്ട്. ചിലവർ അതിന്റെ പുറകിൽ നടക്കുമെങ്കിലും അങ്ങനെ കിട്ടണമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ഫഹദ് ഫാസിലും ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞത് എന്നിരിക്കുമ്പോൾ ഈ അടുത്ത ദിവസം ഈ പറഞ്ഞ സംവിധായകന്റെ സിനിമയുടെ ഒരു ട്രെയിലർ പുറത്തു വരികയുണ്ടായി. ഇത് കണ്ട് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഒന്ന് ഞെട്ടുകയുണ്ടായി. കാരണം ആ സിനിമയിലെ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കാനിരുന്ന കഥാപാത്രം കണ്ടിട്ടാണ് അവർ ഞെട്ടിയത്. അതും ആരോടൊപ്പം ആണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? സാക്ഷാൽ ടോം ക്രൂസിനൊപ്പം. അതെ, ടോം ക്രൂസിനൊപ്പം അഭിനയിക്കാനുള്ള ഒരു വമ്പൻ അവസരം ഫഹദ് ഫാസിലിന് നഷ്ടമായതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. പക്ഷേ ആ അവസരം ഫഹദ് സ്വയം വേണ്ടെന്ന് വെച്ചതാണോ? എന്തുകൊണ്ട് അദ്ദേഹം അത്തരമൊരു അവസരം നിരസിച്ചത്? ഓസ്കാർ ജേതാവായ ലോകപ്രശസ്ത സംവിധായകൻ അലഹാൻഡ്രോ ഗോൺസാലസ് ഇന്നാരിറ്റുവിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ആയിരുന്നു ഫഹദ് ഫാസിലിന്റെ മുന്നിൽ എത്തിയത്. അതാണോ ഫഹദ് ഫാസിൽ വേണ്ടെന്ന് വെച്ചത്? ടോം ക്രൂസിനൊപ്പം സ്ക്രീനിൽ പങ്കിടാനുള്ള സാധ്യത എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ വീഡിയോയിലൂടെ അത് വിശദമായി ഒന്ന് നോക്കാം. ഫഹദ് ഫാസിൽ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചയായിരിക്കുന്നത്. ഒരു അഭിമുഖത്തിൽ ഫഹദ് വെളിപ്പെടുത്തിയത് ഓസ്കാർ ജേതാവായ സംവിധായകൻ അലഹാൻഡ്രോ ഗോൺസാലസ് ഇനാരിറ്റു സംവിധാനം ചെയ്യുന്ന ഒരു ഹോളിവുഡ് സിനിമയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു എന്നതാണ്. ഇരുവരും വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇനാരിറ്റു ആരാണെന്ന് പറയേണ്ടതില്ല. ബേർഡ്മാൻ, ദ റവനന്റ്, ബാബൽ തുടങ്ങിയ ഒട്ടേറെ ലോക പ്രശസ്ത സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് അദ്ദേഹം. നിരവധി ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ സംവിധാനൊപ്പം ജോലി ചെയ്യുക എന്നത് ഏത് അഭിനേതാവിന്റെയും വലിയ സ്വപ്നമാണ്. എന്നാൽ ആ അവസരം ഫഹദിന് മുന്നിൽ വന്നപ്പോൾ ഒരു വലിയ തടസ്സമുണ്ടായി. അതായിരുന്നു ഇംഗ്ലീഷ് ഉച്ചാരണം അഥവാ ആക്സെന്റ്. ഫഹദിന്റെ ഇംഗ്ലീഷ് ആക്സെന്റിൽ സംവിധായകന് പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ സംസാരിക്കാൻ അമേരിക്കയിൽ 3 മുതൽ 4 മാസം വരെ താമസിച്ച് പ്രത്യേക ആക്സെന്റ് ട്രെയിനിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആ പരിശീലന കാലയളവിൽ പ്രതിഫലം നൽകില്ലെന്നും അറിയിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഫഹദ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആ അവസരത്തിനായി അത്രയും കഷ്ടപ്പെടാനുള്ള ഒരു തീ എന്റെ ഉള്ളിലില്ലായിരുന്നു. വെറും ഹോളിവുഡിൽ എത്തണം എന്ന ആഗ്രഹം മാത്രം കൊണ്ട് തന്റെ ജീവിതം മാറ്റിമറിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പലരും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായി കാണുന്ന കാര്യത്തെ ഫഹദ് വളരെ ശാന്തമായി സമീപിക്കുകയായിരുന്നു. അതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എല്ലാ മാജിക്കും സംഭവിക്കുന്നത് മലയാള സിനിമയിലാണ്. ഇനി എന്തെങ്കിലും മാജിക്ക് സംഭവിക്കണമെങ്കിൽ അതും ഇവിടെ തന്നെ സംഭവിക്കട്ടെ. അത് തേടി കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഈ വാക്കുകൾ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. ചിലർ പറയുന്നത് ഫഹദ് ആ അവസരം സ്വീകരിക്കേണ്ടതായിരുന്നു. ടോം ക്രൂസിനൊപ്പം അഭിനയിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ. ഹോളിവുഡിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ വാതിൽ ആയിരിക്കുമായിരുന്നു അത്. എന്നാൽ മറ്റൊരു വിഭാഗം ആരാധകർ പറയുന്നത് ഫഹദ് എടുത്ത തീരുമാനം തന്നെയാണ് ശരി. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി മാസങ്ങളോളം ജീവിതം മാറ്റിവെക്കുകയും പ്രതിഫലം ഇല്ലാതെ പരിശീലനം നടത്തുകയും ചെയ്യേണ്ട സാഹചര്യം എല്ലാവർക്കും പ്രായോഗികമാവണമെന്നില്ല. അതുപോലെ ഫഹദ് തന്റെ കരിയറിൽ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ നോക്കിയാൽ അദ്ദേഹം എല്ലായ്പ്പോഴും കഥയ്ക്കും കഥാപാത്രത്തിനുമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മലയാള സിനിമയിൽ ഇന്ന് ദേശീയ തലത്തിലേക്കും പിന്നീട് പാൻ ഇന്ത്യൻ തലത്തിലേക്കും എത്തിയത് പോലും അതേ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ജോജി, മാലിക്, മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, ആവേശം തുടങ്ങി ഓരോ സിനിമയും അദ്ദേഹത്തിന്റെ അഭിനയശേഷി തെളിയിച്ചവയാണ്. അതിനാൽ ഹോളിവുഡ് ചെയ്യാത്തതുകൊണ്ട് ഫഹദിന്റെ കരിയറിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇതിനിടെ മറ്റൊരു റിപ്പോർട്ടും ഇപ്പോൾ വൈറലാവുകയാണ്. ടോം ക്രൂസ് നായകനാകുന്ന ഇന്നാരിറ്റുവിന്റെ പുതിയ സിനിമയായ ഡിഗറിലേക്ക് ഫഹദിനെ ആദ്യം പരിഗണിച്ചിരുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിട്ടാണ് കാണേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. കാരണം ടോം ക്രൂസിനൊപ്പം ത്രൂ ഔട്ട് വന്ന ഒരു ക്യാരക്ടർ തികച്ചും ഫഹദ് ഫാസിലിന്റെ അതേ രൂപത്തിലുള്ള വ്യക്തിയായിരുന്നു. എന്തായാലും ഫഹദ് ഫാസിൽ എന്ന നടന്റെ ആത്മവിശ്വാസവും സ്വന്തം സിനിമാ ലോകത്തോടുള്ള വിശ്വാസമാണ് ഈ സംഭവത്തിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടാണ് ഒരു ചോദ്യം. നിങ്ങൾ ഫഹദ് ഫാസിലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് തീരുമാനമെടുക്കുമായിരുന്നു? ടോം ക്രൂസിനൊപ്പം അഭിനയിക്കാൻ ഹോളിവുഡിലേക്ക് പോകുമായിരുന്നോ? അല്ലെങ്കിൽ ഫഹദിനെ പോലെ സ്വന്തം സിനിമയും സ്വന്തം ഭാഷയും വിശ്വസിച്ച് ഇവിടെ തന്നെ തുടർന്നേനോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.